ഹലോ ഫ്രണ്ട്സ്, എന്തെല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് ടൈമാണ് നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യാദർശികമായി നമ്മൾ മദീന മാളിൽ പോയപ്പോൾ അവിടെ കണ്ട വേൾഡ് കപ്പിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളും അവിടുത്തെ പരിപാടികളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. മക്കൾക്കിപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ മിക്കവാറും ചില ദിവസങ്ങളിലൊന്നും ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടിന്ന് കുറച്ച് നേരം വൈകിട്ടാണ് എണീറ്റിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ ഫിദമോൾക്ക് ചായ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഫിനിമോള്. അപ്പോഴേക്കും പിന്നെ ബാവ വന്നിട്ടുണ്ടായിരുന്നു. ബാവ വന്ന ആദ്യം ചെയ്യുക നിച്ചുട്ടനെ വാതിൽ തുറക്കാൻ പോയ ഫിദമോൾ ആദ്യം ചെയ്യുക എവിടെയെങ്കിലും പോയി ഒളിച്ച് നിൽക്കുക കേട്ടോ ചെയ്യുക. അപ്പം അങ്ങനെ ഒളിച്ച് നിന്നിട്ട് സോഫേൻ്റെ അടിയിൽ നിന്ന് ഫിദമോളെ കണ്ടുപിടിക്കുകയാണ് കേട്ടോ ബാവ. അതാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടത്. ഇന്ന് പിന്നെ മദീനയിൽ പോകേണ്ടത് അത്യാവശ്യമായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ അടുക്കളയ്ക്ക് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മദീനയിൽ പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പോയപ്പോൾ യാദർശികമായിട്ട് കണ്ടതാണ് കേട്ടോ ഇന്നത്തെ അവിടുത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് പിന്നെ ബാവക്ക് ചോറ് പറ്റൂല. അപ്പോൾ ഉച്ചക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബോൾസ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രിഡ്ജൊക്കെ കണ്ടില്ലേ കാലിയാണ്. അപ്പോൾ നമുക്ക് മുട്ട ഉണ്ടായിരുന്നു പൊരിക്കാൻ. അപ്പോൾ മുട്ട പൊരിച്ചു. പിന്നെ കുറച്ച് ചെറുപയർ ഉപ്പേരി ഉണ്ടായിരുന്നു. അതുപോലെ അൽസാഫിൻ്റെ ലബനും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചക്ക് സ്പെഷ്യൽ കറീസൊന്നും ഇല്ലാതെ നമ്മളിതുകൊണ്ടൊക്കെ ഒന്ന് ഒപ്പിച്ചു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരം മദീനയിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഒന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കിടന്നൊക്കെ ഉറങ്ങി എണീറ്റ് നമ്മൾ വൈകുന്നേരം മദീനയിൽ പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ചൂട് കാറ്റ് വീശുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ നല്ല റിയാദിൽ നല്ല ചൂടാണ്. വണ്ടി കയറിയ താഴെ വന്ന് വണ്ടി കയറിയപ്പോൾ ഇതാ ബാവ കുറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വണ്ടിയിൽ നിന്ന് നാട്ടിൽ നിന്ന് ബാവിൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊടുത്തതാണ്. അങ്ങനെ നാട്ടിലെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ കിട്ടി. അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ മദീനയിൽ പോയിട്ടോ. എങ്ങനെയായാലും ഏത് സന്ദർഭത്തിലായാലും നാട്ടിൽ കിട്ടുന്ന നാട്ടിലത്തെ സാധനങ്ങളൊക്കെ നമുക്കിവിടെ പുറത്ത് നിൽക്കുന്നവർക്ക് കയ്യിൽ കിട്ടിയാൽ അത് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് ഇങ്ങനെ പുറത്ത് നിൽക്കുന്നവർക്ക് അറിയാട്ടോ. കാരണം അത് നമുക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. പിന്നെ ഫിദമോൾ എൻ്റെ കയ്യിലിരിക്കുന്നതുകൊണ്ട് സാധനങ്ങളൊന്നും ശരിക്കും കാണിക്കാനും പറ്റിയില്ല. വീഡിയോ എടുക്കാൻ വന്നപ്പോൾ തന്നെ സാധനങ്ങളൊക്കെ പലതും പല കയ്യിലും ആയിട്ടോ. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ അത് വിട്ടത്. പറഞ്ഞ് നമ്മൾ മദീനയിലെത്തിയിട്ടോ. മദീനയിലെത്തി ഇവിടുന്ന് ദൂരത്തുനിന്ന് കണ്ടപ്പോഴേ ഗോളടിക്കുന്നതും ഓരോരുത്തർ ഫുട്ബോൾ തട്ടണമൊക്കെ കണ്ടപ്പോൾ തന്നെ നിച്ചിട്ടന് ഭയങ്കര ഹരായിട്ടോ. അപ്പോൾ അവന് ദൂരത്തുനിന്നേ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഗോളടിക്കും, ഞാൻ ഫുട്ബോൾ തട്ടുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അടുത്തൊക്കെ എത്തിയ വലിയ ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ ഒക്കെ വലിയ ആൾക്കാരാണ്, ഏട്ടന്മാരാണ്, കാക്കാരാണ്. ഞാൻ പോകില്ല, എനിക്ക് പേടിയാണ് കാരണം അവിടെ നിന്നു. പിന്നെ അവിടെ തട്ടിമുട്ടി നിൽക്കുന്ന കണ്ടപ്പോൾ അവിടുന്ന് ഒരാൾ വിളിച്ചിട്ടോ വന്ന് ഗോളടിക്കുക ഫുട്ബോൾ തട്ടുക പറഞ്ഞിട്ട് വിളിച്ചു. അങ്ങനെ അപ്പോൾ പോയി ഗോളൊക്കെ അടിച്ചാണ്ട് ആൾ വന്നു കേട്ടോ. പിന്നെ ഈ ഒരു മസാജ് ചെയ്യുന്ന സംഭവം നമ്മളിവിടെ വരുമ്പോഴൊക്കെ കാണണം. മിക്കവാറും എല്ലാ മാളുകളിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇതുവരെ അവരിരുന്ന് നോക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ ഓട്ടോമാറ്റിക് മസാജ് ചെയ്യുന്ന സംഭവമാണ്. പക്ഷെ നിച്ചുട്ടന് അതിലിരുന്നിട്ട് പറ്റുന്നുണ്ടായില്ല കേട്ടോ. അതിൻ്റെ ബാക്ക് ഭാഗങ്ങളിലൊന്നും അതിനുള്ള ആളില്ലാത്തത് കൊണ്ട് തന്നെ അവനിരുന്നിട്ട് ശരിക്കും എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, അവൻ്റെ ആഗ്രഹമല്ലേ പറഞ്ഞുകൊണ്ട് അതിൽ കയറിയിരുന്നുകൊണ്ട് നമ്മൾ കോയിൻ ഇട്ടാൽ മതി കേട്ടോ. ഒരു റിയാലിൻ്റെ കോയിൻ ഇട്ടാൽ പിന്നെ അത് മസാജ് വർക്കാവും കേട്ടോ. അങ്ങനെയാണത്. അപ്പോഴേക്കും പുറത്തുനിന്ന് നല്ല സൗണ്ട് കേൾക്കൽ തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ല. അത്രയും സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ നല്ല ചോദ്യോത്തരങ്ങൾ നടക്കുമായിരുന്നു കേട്ടോ. വേൾഡ് കപ്പിനെ കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളും കാര്യങ്ങളും
ഒക്കെ നടക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ വലിയൊരു കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ കൂടി നിന്ന് എല്ലാവർക്കും ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും വലിയ കേക്കായിരുന്നു. കേക്കൊക്കെ എല്ലാവരും പാടെ കൂടി മുറിച്ച് എല്ലാവർക്കും ഓരോ പീസൊക്കെ കിട്ടിയിട്ടോ. പിന്നെ അങ്ങോട്ടൊരു ബഹളമായിരുന്നു കേട്ടോ. അവിടെ നേരത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചതിൻ്റെ സമ്മാനം കൊടുക്കലും ഫോട്ടോ എടുക്കലും ഫ്ലാഗ് ഓഫും കാര്യങ്ങളും അങ്ങനെ ഭയങ്കര നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങളവിടെ നോക്കിയിരുന്നു. പിന്നെ നമ്മൾ പിറ്റേന്ന് മദ്രസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നെ അസീസയിലുള്ള അനിയൻ്റെ അടുത്തൊന്ന് പോകണമായിരുന്നു നമുക്ക്. മദീനയിൽ വരുമ്പോഴൊക്കെ അവൻ്റെ അടുത്ത് പോണതാണ്. അപ്പോൾ അങ്ങനെ അവൻ്റെ അടുത്ത് പോകണമായിരുന്നു. പിന്നെ അതുപോലെ എൻ്റെ ഫോണൊന്ന് നെറ്റ് കയറ്റാനും ശരിയാക്കാനും സ്ക്രീൻ കാർഡ് ഒട്ടിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് അവന് ഫോണിൻ്റെ മൊബൈൽ മെക്കാനിക്കാണ്, IT മെക്കാനിക്കാണ് കേട്ടോ അവന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഒരു ഷോപ്പിൽ നിൽക്കുകയാണ്, റാണിയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അവൻ്റെ അടുത്ത് പോയി അതൊക്കെ ശരിയാക്കി സെറ്റാക്കാൻ നമുക്ക് അവൻ്റെ അടുത്ത് പോകാം കേട്ടോ. പിന്നെ ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും വേൾഡ് കപ്പിൻ്റെ ഓരോ സംഭവങ്ങളാണ് കേട്ടോ. ഫ്ലക്സുകളും ബാനറുകളും കാര്യങ്ങളും TV-യിലായാലും സ്ക്രീനിലും എല്ലായിടത്തും നമ്മൾ ഈവൻ ഒരു ലൈസിൻ്റെ പാക്കറ്റ് വാങ്ങി വരെ അതിൽ വരെ വേൾഡ് കപ്പിൻ്റെയും ഇതും സംബന്ധിച്ച് ഓഫറുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ എവിടെ നോക്കിയാലും ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ ഒരു മയമാണ് ഇപ്പോൾ റിയാദിൽ കേട്ടോ. അങ്ങനെ നമ്മൾ അനിയൻ്റെ അടുത്ത് എത്തി. അവിടുന്ന് ഇതേപോലെ ഫിനിമോക്ക് സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് ഹാമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റിൻ്റെ. അത് ഫിനിമോക്ക് ഭയങ്കര ഒരു സർപ്രൈസായി കേട്ടോ. ഭയങ്കര സന്തോഷമായി. കാരണം ബർത്ത്ഡേൻ്റെ തലേ ദിവസമാണ് നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് അവന് പറയാതെ കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ അവൻ്റെ ഷോപ്പ്. റാണിയ എന്നാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത്. നമ്മൾ അസീസിയ പച്ചക്കറി മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഷോപ്പ് വരുന്നത്. ഇങ്ങോട്ട് വന്നാലും ഞാനിതിൻ്റെ ഉള്ളിൽ കയറിയില്ല കേട്ടോ. ഇന്നിപ്പോൾ ഒരു ആവശ്യം വന്നതുകൊണ്ട് കയറിയതാണ്. മക്കളൊക്കെ കയറിപ്പോവും. ഞങ്ങളവിടെ പുറത്ത് വണ്ടിയിൽ ഇരിക്കലാണ് ചെയ്യൽ കേട്ടോ. പിന്നെ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് തന്നെ നമ്മൾ ഒപ്പിച്ചതുകൊണ്ട് തന്നെ നമ്മൾ വൈകുന്നേരത്തിന് ഫുഡ് പാഴ്സൽ വാങ്ങിയിട്ടാണ് റൂമൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.